തമർ കെവിയുടെ സർക്കിട്ട് ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആസിഫ് അലിയെ വീണ്ടും സർക്കിട്ടിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. സിനിമയെ പറ്റി ഇപ്പം എന്താ പറയുക, എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഭംഗിയായി തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് സർക്കിട്ട് എന്ന സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമ ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് UAE-ലാണ്. സോ ആ ഒരു ഫ്രെയിമുകളുടെ ആ ഒരു മാറ്റവും ഫ്രെയിമിൻ്റെ ആ ഒരു റിച്ച്നെസ്സും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആർട്ടിസ്റ്റുകളെയും പെർഫോമൻസിനെയും പറഞ്ഞാൽ തുടങ്ങാം. അതിൽ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ആസിഫ് അലി, ദീപക് പറമ്പോൾ, ദിവ്യപ്രഭ, അലക്സാണ്ടർ പ്രശാന്ത്, അങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും പിന്നെ ആദ്യമായിട്ട് ഡെബ്യൂ ആക്ടറായിട്ട് എത്തുന്ന നമ്മുടെ ചെറിയ കുട്ടി ട്രെയിലറിലൊക്കെ കണ്ടു കാണല്ലോ, ഓർഹൻ എന്ന് പറയുന്നത്. ഓർഹൻ്റെ ഒരു പെർഫോമൻസ് ആണ് ശരിക്കും സിനിമയെ ത്രൂ ഔട്ട് പിടിച്ചിരുത്തിയത് എന്ന് തന്നെ അറിയാം. വളരെയധികം ഒരു കുരുത്തക്കേടൊക്കെ നിറഞ്ഞ, ഒരു കുസൃതിയൊക്കെ നിറഞ്ഞ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ വളരെ മികച്ചതായിട്ടാണ് ഓർഹൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ്, ആസിഫ് അലിയുടെ നമ്മൾ മിസ് ചെയ്തിരുന്ന കുറച്ച് ഇമോഷണൽ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഈ സിനിമയിലും വരുന്നുണ്ട്. ആ ഇമോഷണൽ സീൻസൊക്കെ കാണുമ്പം കാണുന്ന ഓരോ പ്രേക്ഷകനും എന്നെപ്പോലെ തന്നെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ ദീപക് പറമ്പോൾ, ദിവ്യപ്രഭ ഇവരാണ് ഈ ഓർഹൻ അവതരിപ്പിച്ച ജെപ്പു എന്ന ക്യാരക്ടറിൻ്റെ അമ്മ, അച്ഛൻ ഈ ക്യാരക്ടേഴ്സായി എത്തുന്നത്. ഇതിൽ ഈ കുട്ടി കാരണം ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ആസ് പേരൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞത് ഒരു ഫാമിലി എൻ്റർടൈനർ ആണ്. കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇതിൽ പേരൻറ്റിങ്ങും അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇതിലെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും എഡിറ്റിംഗ് നമ്മുടെ സംഗീത് പ്രതാപാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോവിന്ദ് വസന്തയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ സീനിൽ വരുന്ന മ്യൂസിക്കും ആ ഒരു ഇമോഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും ഈവൻ ആക്ടിങ് വൈസും ടെക്നിക്കൽ വൈസും എല്ലാം കൊണ്ടും വളരെ മികച്ചതായിട്ടുള്ളൊരു സിനിമയാണ് തമർ കെവിയുടെ 1001 നുണകൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.